ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യതയെ തൻ്റെ മനസ്സുരുകി കരഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. അപ്പോൾ ദേവയാനിയും അതുപോലെ ജാനകിയും കൂടെ അത് മുകളിൽ ബാൽക്കണിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. എന്തോ മനസ്സിൽ കരുതി അവൾ ഇറങ്ങിപ്പോകുന്നത്. ഭാഗ്യത്തിന് കുഞ്ഞില്ല എന്ന നേരത്തേക്കും ജാനകി പറഞ്ഞു. എന്നാലും അവൾ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് ഭയക്കണം ജാനകി എന്ന് ദേവയാനി പറയാട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ സത്യങ്ങളൊന്നും അറിയരുതെന്ന് എല്ലാവരും പറഞ്ഞതെന്ന കാര്യവും പറയുന്നു ദേവയാനി. പറഞ്ഞിട്ട് പിന്നെന്താ കാര്യം? അവളുടെ അമ്മ തന്നെയല്ലേ ഒന്നും ആലോചിക്കാതെ ചാടിക്കയറി അവളോടെല്ലാം പറഞ്ഞതെന്നും പറയുമ്പോൾ അതെന്ന് ജാനകിയും പറഞ്ഞു. അങ്ങനെ ഇവരാണെങ്കിൽ ആകെ തീ തിന്നിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ജാനകിയും ദേവയാനിയും കൂടെ ജലജയുടെ അബിയുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു. രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ പേടിച്ച് വിറച്ചരണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവർ വരുന്നത് കണ്ടപ്പോഴത്തേക്കും രണ്ടും എഴുന്നേറ്റൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നേ. എടാ അവളെങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചു ദേവയാനി വന്നു. അപ്പോൾ ജലജയുടെ നേരെ നോക്കുക. അപ്പോൾ നിന്നോടെ അവളെ നോക്കാനല്ല പറഞ്ഞത്, നിന്റെ ഭാര്യ പുറത്തോട്ട് പോകുന്നത് കണ്ടു, എങ്ങോട്ടാ പോയതെന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ അബി പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അറിയില്ല അമ്മായി എന്ന് പറഞ്ഞു. അവനൊന്നും അറിയത്തില്ലെന്നേ, കൊച്ചു കുട്ടിയാണെന്ന് ജാനകി അന്നേരം പറയാം. അവൾ അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോൾ എവിടേക്കാണ് പോകുന്നത്, ഏട്ടത്തിക്ക് അങ്ങ് ചോദിച്ചുകൂടായിരുന്നു എന്ന് ജലജ ചോദിക്കുമ്പം ഞങ്ങളെ മുകളിൽ വരാന്തയിലാണ് നിന്നത്, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് ദേവയാനി ചോദിക്കുക. പിന്നെ അല്ലെങ്കിൽ തന്നെ ചോദിച്ചാൽ അവൾ എന്തെങ്കിലും മൊഴിയോ? ഇപ്പം മൗനവ്രതം കൂടിയല്ലേ എന്നും ദേവയാനി ചോദിച്ചു. അപ്പോഴും അബിക്ക് പേടി, ജലജയ്ക്കും പേടി. എടാ അവളുടെ സ്വഭാവം നിനക്കറിയാലോ, ഏതെങ്കിലും കായലിൽ ചാടാനാണോ പോയിരിക്കുന്നതെന്നൊന്നും അറിയില്ല എന്നൊക്കെ ജാനകി അവിടെ നിന്ന് പറയുമ്പോഴും ജലജയ്ക്ക് സന്തോഷം. അങ്ങനെയാണെങ്കിൽ അത്രയും ലാഭമെന്ന് ഇവനും ഇവളും കരുതുള്ളൂ എന്ന് പറയും. ആ രീതിയിൽ ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ളവരാണല്ലോ രണ്ടുപേരും എന്ന് പറഞ്ഞ് ദേവയാനി ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പം ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കത്ത് പോലുമില്ല ഏട്ടത്തെ എന്ന് പറയും. നിങ്ങൾ അങ്ങനെയേ ചിന്തിക്കൂ, നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ. കല്യാണം കഴിഞ്ഞ് വന്ന നാളു മുതൽ നിന്റെ മരുമോളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു നീ. അതിപ്പോൾ ഏട്ടത്തെയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് ജലജ. എനിക്ക് നവ്യയോടുള്ള ദേഷ്യത്തിൻ്റെ ഇരട്ടി ആയിരുന്നല്ലോ ഏട്ടത്തിക്ക് എന്ന് നയനയോടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആദർശനും നയനെ ഇഷ്ടമൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ അത് ചില തെറ്റിദ്ധാരണകൾ മൂലം അങ്ങനെ സംഭവിച്ചു പോയതാണെന്നും, എന്നാലും അവളെ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് എൻ്റെ മരുമകളില്ല, അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഇപ്പോഴും അവൾ അടുത്തില്ലാത്തതിൻ്റെ ഒരു വേദനയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ അല്ലല്ലോ, നിങ്ങളുടെ കാര്യം അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോഴും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതുപിന്നെ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പിന്നെ അവൾ എന്നോടൊന്നും മിണ്ടിയിട്ടില്ല അമ്മായി എന്ന് അഭി പറയാം. അങ്ങനെ മിണ്ടാത്തതാടാ കുഴപ്പമെന്ന് ജാനകി പറയുമ്പോൾ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും നീ ഇവിടെ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ജലജ അന്തം വിട്ട് നോക്കുക. അതെൻ്റെ തീരുമാനമല്ല, അച്ഛൻ്റെ തീരുമാനമാണെന്ന കാര്യം ദേവയാനി ഇവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോണു. അങ്ങനെ ജാനകിയും ദേവയാനിയും കൂടെ അവിടെ നിന്ന് ഇത്രയും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ വന്നിട്ട് എടാ അവൾ പുറത്തോട്ട് പോയെന്ന്, പോണെങ്കിൽ പോട്ടെ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ എന്ന് അഭി പറയുമ്പം എടാ അവളെന്തെങ്കിലും കടുകൈ ചെയ്താൽ പിന്നെ നിനക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുമോടാന്ന് ചോദിക്കുക ജലജ. നിൽക്കണ്ട, എന്നാലും അമ്മ ആരാണോ ഒന്ന് ഒഴിഞ്ഞു പോവുമല്ലോ ഞാനൊന്ന് ഫ്രീ ആകുമല്ലോ എന്ന് അഭി പറയുമ്പോൾ എടാ ജ്വല്ലറിയുടെ മാനേജർ ആവേണ്ടവനാണ് നീ, അത് നീ ഉണ്ടെങ്കിലല്ലേ സാധിക്കത്തുള്ളൂ. അമ്മയ്ക്ക് അവന് ജീവനോടെ ഇരിക്കണമെന്നേ ആഗ്രഹമുള്ളല്ലേ, എനിക്ക് ആഗ്രഹമൊന്നും ഇല്ലടാ. എന്നാൽ പിന്നെ മിണ്ടാതെ അമ്മ അവിടെ എങ്ങനെ ഇരിക്കാമേന്ന് അഭി ജലജയോട് പറയുക. മുത്തശ്ശൻ എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണെന്നും അങ്ങനെയൊന്നും സംഭവിക്കില്ല, കുറച്ച് ദിവസം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് കഴിയുമ്പോൾ എല്ലാം നേരെ ആയിക്കോളൂ എന്നും പറയുക ഈ അഭി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾ എന്തെങ്കിലും ചെയ്യുന്നത് തന്നെ അമ്മേ നല്ലതെന്നും അഭി പറയുമ്പോൾ അതേയൊന്ന് ചോദിച്ചു ജലജ. എന്നെയും കൊന്നിട്ട് അവൾ ചാവുമെന്നുള്ളതായിരുന്നു എൻ്റെ പേടി. എന്നെ ഒഴിവാക്കിയിട്ട് അവളങ്ങ് പോവുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയല്ലേ അമ്മേ. ഇപ്പോൾ പുറത്തേക്ക് പോയവളെ ഇനി മടങ്ങി വരാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേന്നും പറഞ്ഞിങ്ങനെ അഭി കണ്ണി ചോരയില്ലാതെ സംസാരിക്കുന്നു. പിന്നെ കാണിക്കുന്ന നയനയാട്ടോ. നയനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അപ്പോൾ ദേവയാനിയാണ് വിളിക്കുന്നത്. ദേവയാനി നവ്യ വീട്ടിൽ നിന്ന് പോയ കാര്യത്തെപ്പറ്റി പറയുക. അപ്പോൾ അവൾ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമെന്ന ഭയം എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്തു വെച്ച എൻ്റെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറയുക. അപ്പോൾ അഭി AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തു എന്ന് കരുതി മൂർത്തി ജ്വല്ലറിക്ക് ഒരു കോട്ടോ ഉണ്ടാവില്ല എന്ന് നയന പറയുവാണ്. അത് മനസ്സിലാക്കാതെ വെറുതെ എടുത്ത് ചാടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് നയന ചോദിച്ചു. മോള് നന്ദുവിനെ വിളിച്ചൊന്ന് കാര്യം പറയാൻ പറഞ്ഞു. അതുപോലെ മോള് വീട്ടിലൊന്നും വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഇനി അങ്ങോട്ടെങ്ങാനും അവൾ പോയതാണെങ്കിലോ? അപ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ആദർശ് അങ്ങോട്ടേക്ക് വന്നു. നയന ആദർശിനോട് വിവരം പറയുവാണ്. എൻ്റെ ദൈവം ഇനി എന്ത് ചെയ്യും ആദർശേട്ടാന്ന് നയന ചോദിക്കും. ആരോടും ഒന്നും മിണ്ടുന്നുമില്ല എന്നാണ് പറഞ്ഞത്. ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അഭിയും ആദർശം അല്ലാതെയായി. എന്തായാലും ചേച്ചിയുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ വെറുതെ വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടാന്ന് പറഞ്ഞപ്പം എടി അവളെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിനു മുൻപ് ഉറപ്പായിട്ടും അവൾ അഭിയെ നശിപ്പിച്ചിരിക്കുമെന്ന കാര്യം ആദർശ് നയനയോട് പറയണു.
അതുകൊണ്ട് ഒറ്റയ്ക്ക് നവ്യ പുറത്തോട്ട് പോയെന്ന് കരുതി നീ ചുമ്മാ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു ആദർശ്. എന്നാലും എങ്ങോട്ടായിരിക്കും ചേച്ചി പോയത് എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അബിയെ കൂടെ കൂട്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അവളുടെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോയതായിരിക്കും എന്ന് പറഞ്ഞു. എന്ന് സമാധാനിച്ചുകൊണ്ട് നമുക്കിതിനകത്ത് ഇരിക്കാൻ പറ്റുമോ ആദർശേട്ടാ, ഒന്ന് അന്വേഷിക്കണ്ടേ എന്ന് നയന ചോദിക്കുമ്പം അന്വേഷിക്കാമെന്നേ, അതിനു മുൻപ് നന്ദുവിനെ ഒന്ന് വിവരം അറിയിക്കാൻ പറഞ്ഞു ആദർശ്. ഒരാൾ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നതാ ഏറ്റവും വലിയ ടെൻഷനായിട്ടുള്ള കാര്യമെന്ന് നയന പറയാം. ചേച്ചി ഒന്ന് പൊട്ടിത്തെറിച്ചെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒന്നും മിണ്ടാതെ നടക്കുന്നത്, എന്തൊക്കെയോ ചെയ്യാനുള്ള തീരുമാനത്തോടെയാണ് ചേച്ചി നടക്കണത്. ഉള്ള സമാധാനം മുഴുവനും പോയല്ലോ ആദർശേട്ടാ, ഇനി എന്ത് ചെയ്യും ആദർശേട്ടാ? സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ അമ്മയും ഇപ്പോൾ സമാധാനം ഇല്ലാണ്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും നയന പറയണു. അപ്പോൾ പിന്നെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നും നയന എന്നിട്ട് ഫോൺ എടുത്ത് വേഗം നന്ദുവിനെ വിളിക്കാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് കനകയും ഗോവിന്ദേട്ടനും കൂടി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. നവ്യമോളോട് ഇപ്പോൾ പറഞ്ഞത് ശരിയായില്ല എന്നുള്ള രീതിയിൽ സ്വന്തം മോൻ അമ്മയുടെ മുന്നിൽ വെച്ച് എത്ര തവണയാണ് നമ്മുടെ മോൾ ആക്ഷേപിച്ചിട്ടുള്ളതെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുവാണ്. ആദർശിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നും ഗോവിന്ദേട്ടൻ കനകയോട് പറയുന്നു. ആദർശിനെ അവൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചാണ് നവ്യ കൊള്ളരുതവത്തനുമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്, അതുപോലെ വഴക്കും ചീത്തയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് അവൻ്റെ അമ്മ പോലും സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ, ഒന്ന് പറയാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നൊക്കെ ഗോവിന്ദേട്ടൻ കനകയോട് ചോദിക്കുമ്പം അതെ പറഞ്ഞ് തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്ന് കനക പറയുന്നത് കേട്ടുകൊണ്ടാണ് നന്ദു കയറി വരുന്നത്. അമ്മയ്ക്ക് തോന്നില്ല ചേച്ചി ഇനി ചെയ്യാൻ പാടില്ലാത്തത് എന്തെങ്കിലും ചെയ്താലേ ഇത് പറയണ്ടായിരുന്നു എന്ന് തോന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇപ്പോൾ ആദർശേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ മോൾ ഇറങ്ങിപ്പോയിന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കനകയൊക്കെ എവിടേക്കാണ് പോയതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, രാവിലെ പോയതാണെന്നും പറഞ്ഞു. അപ്പോൾ അവളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ കനക, നീ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഇതിനി അവൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ കനക പറയുമ്പം എന്ത് ചെയ്താലും അതിന് ഉത്തരവാദി അമ്മയാണെന്ന് നന്ദുവും പറഞ്ഞു. ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് അമ്മയ്ക്ക് ഒരാളോടെന്നല്ല ഒരുപാട് പേരോട് ആലോചിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും കനകയ്ക്ക് ടെൻഷനായി. അറ്റ്ലീസ്റ്റ് നയനേച്ചോടെങ്കിലും അമ്മയ്ക്കൊന്ന് ആലോചിച്ചിട്ട് പോരായിരുന്നോ എന്ന് ചോദിച്ചു. അത് തന്നെയാണ് മോളെ ഞാനും ഇപ്പം അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഗോവിന്ദേട്ടൻ പറയാം. ആദർശിനെ നവ്യ ആക്ഷേപിച്ച സമയത്ത് നയനയും ദേവയാനിയും ഒരു അക്ഷരം പോലും മിണ്ടാതെ പറഞ്ഞതെല്ലാം കേട്ടോണ്ട് നിൽക്കുക ചെയ്ത്. അബിയാണ് പ്രതിയെന്ന് അവരോട് ആരോടും പറഞ്ഞിട്ടുമില്ല. അവരത്രയും സഹനം കാണിച്ചപ്പോൾ ഇവളെന്തിനാ എടുത്ത് ചാടിയെന്ന് ഞാൻ ചോദിച്ചതെന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കാം. അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുമോ, അബിയെ ഞാൻ വിളിച്ചില്ലേന്ന് ചോദിച്ചു. ഒരു കാരണവശാലും അവരോട് AN ജ്വല്ലറിയിൽ ജോലിക്ക് പോകരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞില്ലേ, എന്നിട്ടും അവൻ കേൾക്കാതെ വന്നപ്പോഴല്ലേ എനിക്ക് നവ്യമോളോട് സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നത്. അവൻ എല്ലാവരെയും കൊന്നു രസിക്കുന്ന ഒരുത്തനാണെന്ന് അറിയില്ല അമ്മയ്ക്കെന്ന് നന്ദു ചോദിച്ചു. നവ്യേച്ചിയാണ് അവന് ജോലി വാങ്ങിച്ചു കൊടുത്തതെന്നും പിന്നെ ആ ജോലി വേണ്ട എന്ന് അവന് പറയാൻ പറ്റില്ല എന്നും അതവൻ്റെ ബുദ്ധിയാണ് അമ്മയെന്നും ഈ നന്ദു അന്നേരത്തേക്ക് ഇവരോട് ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയുന്നു. നവ്യേച്ചിയെ മുന്നിൽ നിർത്തിയാണ് ഇവനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ആദർശേണ്ണും മുത്തശ്ശനും പോലും അവനോട് AN ജ്വല്ലറിയിലേക്ക് വേണമെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞത്. അപ്പോൾ അവനെ കൊന്നാലും കുഴപ്പമില്ലായിരുന്നു കനകയെന്ന് ഗോവിന്ദേട്ടൻ പറയാം. എന്നാലും നവ്യയോട് സത്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അപ്പോൾ വേഗം നന്ദു ആ കോൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആണോ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദു വേഗം ഫോൺ കട്ട് ചെയ്തു. അപ്പം ഒന്നുമില്ല ഞാൻ വിളിച്ചോളാം അച്ഛാന്ന് പറഞ്ഞ് നന്ദു അവിടെ നിന്ന് ഓടി. അപ്പോൾ എന്താ കാര്യം പറഞ്ഞിട്ട് പോകാൻ മോളെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് നന്ദു അവിടെ നിന്ന് ഓടി. അവൾ മരിച്ചാലും കുഴപ്പമില്ല, സത്യങ്ങൾ നവ്യ അറിയണമെന്ന് പറഞ്ഞല്ലേ നീ ഇവിടെ നിന്ന് പോയത്, ഇനി അങ്ങനെ വല്ലത്തിനുമാണോ മോള് പോയതെന്ന് ആർക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേട്ടൻ നിൽക്കുന്നു. അപ്പോഴത്തേക്കും നന്ദുവിന് തരാമെന്ന് കോളുകൾ വന്നുകൊണ്ടിരിക്കുക. പിന്നെ നന്ദു ആണെങ്കിൽ ആദർശിനെ വിളിക്കുന്നു, നയനയെ വിളിക്കുന്നു, മൊത്തത്തിൽ ടെൻഷൻ. അപ്പോൾ ആദർശം പോകാനായിട്ട് ഇറങ്ങുന്നു. ആദർശ് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നയന ആദർശേട്ടൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ പിന്നെ ആദർശേട്ടൻ്റെ മുഖത്ത് എന്തെങ്കിലും വിഷമം. എന്താ നന്ദു പറഞ്ഞത്, എന്താ ആദർശേട്ടാ പറ ആദർശേട്ടാ. അത് പിന്നെ അവള് നവ്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം ആദർശ് ഇങ്ങനെ പറയും. ആ സമയത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറ ആദർശേട്ടാ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അവളെ വിളിക്കുമെന്ന് നയന പറയണേ. അപ്പം അല്ല അത് പിന്നെ നമ്മളെ ഇപ്പോൾ സംശയം ഉള്ളിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് എന്ത് വാർത്ത കേട്ടാലും അത് നവ്യമായിട്ട് കണക്ട് ചെയ്യുമെന്നുള്ള കാര്യം പറയുവാണ് ആദർശ്. അപ്പോൾ പുഴക്കരയിൽ ഏതൊരു പെൺകുട്ടിയുടെ ബോഡി കിടക്കുന്നുണ്ടെന്ന് അത് കേട്ടപ്പോൾ നയന നടുങ്ങി. അയ്യോ നവ്യേച്ചി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പിന്നാലെ ആരെങ്കിലും പോകണമായിരുന്നു ആദർശേട്ടാ. അതിനിപ്പോൾ ആര് പോകാനാണെന്ന് ചോദിച്ചു. അവളുടെ ഭർത്താവ് എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനാണെങ്കിലോ ഒരു തരി പോലും സ്നേഹമില്ലല്ലോ, പിന്നെ അവനെ പഴിച്ചിട്ടും യാതൊരു കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പറയണം. നിൻ്റെ അമ്മയുടെ എടുത്തുചാട്ടത്തിന് അവരെ കുറ്റപ്പെടുത്തുകയാണ് വേണ്ടതെന്നും ഇവിടെ വന്നതിന് ശേഷവും അമ്മ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞതല്ലേ.
എന്നിട്ടും അമ്മയ്ക്ക് അത് തീരെ മനസ്സിലായിട്ടില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ആദർശ് പറയുമ്പോൾ നമ്മുടെ ഈ മൂർത്തി ജ്വല്ലറിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ അങ്ങനെ ചെയ്തതെന്ന് നയന പറയുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായി നയനെ നമ്മളെല്ലാവരും നമ്മളുടെ എല്ലാവരുടെയും ജോലികൾ പോലും മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട അവസ്ഥ വന്നില്ലേ എന്ന് ചോദിച്ചു. ഇന്നലെ മുതൽ നവ്യയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് മാത്രമല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ലേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയം പോലും അല്ലേ. ഇതൊക്കെ നേരത്തെ അറിയാവുന്നത് കൊണ്ടല്ലേ നമ്മളാരും നവ്യയോട് ഒരു കാര്യവും പറയാതിരുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. മൂത്ത മോളുടെ സ്വഭാവം കൃത്യമായി തിരിച്ചറിയുന്നവരാണ് നിൻ്റെ അച്ഛനും അമ്മയും. എന്നിട്ട് നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ അമ്മ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെയേറെ തെറ്റായിപ്പോയ കാര്യമാണ്. ഇനിയിപ്പോൾ നവ്യ തിരിച്ചു വന്നാലും ആ വീട്ടിൽ അടുത്തതായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്തയിലായിരിക്കും നമ്മളൊക്കെ മുന്നോട്ട് നീങ്ങാൻ പോകേണ്ടതെന്നും ആർക്കും ഒരു സ്വസ്ഥതയും കിട്ടില്ല എന്നും ആദർശ് പറയാം. അവിടെ ഉള്ളവർക്കും കിട്ടത്തില്ല, നമുക്കും കിട്ടത്തില്ല, നിൻ്റെ വീട്ടുകാർക്കും കിട്ടത്തില്ല, ഇപ്പോൾ ആർക്കും കിട്ടാൻ പോണില്ല എന്നും പറഞ്ഞ് ആദർശ് നയനയോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ആദർശ് വേഗം അവിടുന്ന് പോകാൻ നോക്കുക. നയനെ എന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് ആദർശ് അവിടുന്ന് പോണു. അത് കഴിഞ്ഞ് പിന്നെ ദേവയാനിയെ കാണിക്കുന്നത്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ജലജയും അതുപോലെ അഭിയും കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുക. രണ്ടെണ്ണങ്ങളും കൂടെ പുറത്തേക്ക് നോക്കി നിന്നോ എന്നും പറഞ്ഞ് ദേവയാനി വന്ന് ഒച്ച വെച്ചു. ഇപ്പോൾ ഒരു ആംബുലൻസ് വരും ഒരു ബോഡിയും കൊണ്ട്. അപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നത്. അയ്യോ ജലജയുടെ മനസ്സിൽ പൂത്തിരി കത്തുന്നു. അപ്പോൾ പുഴക്കരയിൽ ഒരു ബോഡി അടിഞ്ഞിട്ടുണ്ടെന്ന്, അത് നവ്യയുടേതാണെന്ന സംശയം എന്ന് പറയുമ്പം അയ്യോ ചിരിക്കാനും പറ്റത്തില്ല, ചിരിക്കാതിരിക്കാനും പറ്റത്തില്ല. ജലജയാണ് നിന്നങ്ങ് ഉരുകുക. എന്നിട്ട് അയ്യോ എന്തൊക്കെ ഏട്ടത്തി ഈ പറയുന്നത്, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പം ഉള്ളിലെ സന്തോഷം മറിച്ചിട്ട് നീ സംസാരിക്കാനൊന്നും നിൽക്കേണ്ട ജലജയെന്ന് ദേവയാനി പറഞ്ഞു. എനിക്കറിയാം നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീയും ഇവനും ആണെന്നുള്ള കാര്യം. എന്ത് ഏട്ടത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക ഏട്ടത്തിന്ന് ജലജ. ഈ നിമിഷം വരെ അവൾ മടങ്ങി വരണമെന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനെന്നും പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അപ്പം അന്നേരം അതെ അമ്മായി, അവൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലേ എൻ്റെ കുഞ്ഞിന് പിന്നെ ആരാണെന്ന് ചോദിച്ചു. ഓ അങ്ങനെ വന്നാലേ നീ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയി കളയും, അതാണ് നിൻ്റെ സ്വഭാവം എന്ന് അഭിയോട് ദേവയാനി പറയുന്നു. അഭി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. പിന്നെ അനഘ എന്ന പെൺകുട്ടി അസുഖം മാറി വരാതിരിക്കാൻ വേണ്ടി നീ അവളെ കൊല്ലാൻ വരെ നോക്കിയില്ല. ഞാനതിൽ നിരപരാധി അമ്മായി. നീ എല്ലാത്തിലും നിരപരാധിയാടാ. നിന്നെ പോലെ ശുദ്ധനായിട്ടുള്ള ഒരുത്തനെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല എന്നും ദേവയാനി. നീ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണോടാന്നും ചോദിച്ചു. ആ സമയത്ത് ഏട്ടത്തി പുഴക്കരയിൽ അടിഞ്ഞത് അവളുടെ ബോഡി തന്നെ ആയിരിക്കുമെന്ന് ജലജ ചോദിക്കുമ്പം ആകരുതെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാനും നയനമോളെ സ്നേഹിക്കുന്ന എല്ലാവരും. അന്നേരം കനക തന്നെയല്ലേ എല്ലാം ഇപ്പം അവളോട് പോയി പറഞ്ഞത്, അത് അവരുടെ ഗതികേട് കൊണ്ട് പറഞ്ഞതാണെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. ഇവനോട് AN ജ്വല്ലറിയിൽ ജോലിക്ക് പോകരുത് എന്ന് പറഞ്ഞതായിരുന്നില്ലേ കനക, അല്ലേ? എന്നിട്ട് ഇവൻ കേൾക്കാത്തത് കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഒരു സൈഡിൽ കൂടെ അമ്മായിമ്മ പോകരുതെന്ന് പറഞ്ഞു, മറു സൈഡിൽ ഭാര്യ പോകണമെന്നും പറയുന്നു. ഇനി ഞാൻ നബയുടെ വാക്ക് കേൾക്കാതിരുന്നാൽ അവൾ ഇനി എന്നെ വെറുതെ വിടുമെന്ന് ചോദിച്ചു. നീയേ നല്ല പിള്ളയൊന്നും ചമയാനായിട്ട് നിൽക്കണ്ട, മനസ്സിലായോ? പുഴക്കരയിൽ അടിഞ്ഞ നവ്യാണെങ്കിൽ പിന്നെ നിന്റെ മുത്തച്ഛൻ വെച്ചു വാഴിക്കുമെന്ന് നീ കരുതണ്ടെന്നും ദേവയാനി പറയുകയും ചെയ്തു. അതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം ഒറ്റൊരെണ്ണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ഈ അഭി. അപ്പോൾ എടാ അവർ പറഞ്ഞത് കേട്ടില്ലേ, ഞാനൊന്ന് ജയിലിൽ കിടന്നല്ലേമേ, അതുകൊണ്ട് ആർപ്പൊക്കെ മാറിയതാണെന്ന് അഭി. എന്നായാലും ചന്തുമോൾ എൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യം നവ്യ അറിയും. അറിഞ്ഞ ശേഷം നമ്മളൊരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചേ പറ്റൂ. അത് നേരത്തെ ഉണ്ടായി, അത്രേ ഉള്ളൂ, അത്ര കരുതിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ആംബുലൻസ് വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാം എന്ന് ജലജയുടെ മകൻ പറയുമ്പോൾ എനിക്ക് അവൾ മരിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ അതിനെക്കുറിച്ച് അമ്മ ആലോചിക്കേണ്ട. ഇതിൻ്റെ പേരിൽ അമ്മയ്ക്ക് എന്തായാലും ഒരു പരുക്കും പറ്റാൻ പോകുന്നില്ല എന്ന് മകൻ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവന്തിക ഇപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് തന്നെ കഴിയാനും കഴിയുമെന്ന് പറഞ്ഞു. എൻ്റെ ഭാവി അല്ലെങ്കിലും പോയി കിടക്കുന്ന കാര്യം തന്നെയാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ പോട്ടെ എന്ന് പറഞ്ഞപ്പം എടാ പിന്നെ അമ്മയില്ലാത്ത കുഞ്ഞിനെ ഞാൻ നോക്കണോടാന്ന് ചോദിച്ചാൽ ചോദിപ്പം എൻ്റെ ഒരു കുഞ്ഞിന് ഇപ്പം നോക്കുന്ന ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഇല്ല, അവരുടെ അച്ഛനും അമ്മയും ആദർശം നയനയല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഈ അനന്തപത്മനാഭനും അവരൊക്കെ തന്നെ അച്ഛനും അമ്മയും ആയിക്കോളൂ എന്നും അഭി പറയുകയാണ്. വീട് വിട്ടു പോയ ഇവള് മടങ്ങി വരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നോക്കാൻ അഭി പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോണു. ജലജ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് നന്ദുവിനെയാണോ ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക ഗോവിന്ദേട്ടൻ. അപ്പോൾ കനക ചോദിച്ചു അവളെന്താ ഫോൺ എടുക്കുന്നില്ലേന്ന് ചോദിച്ചു. ഇല്ല എന്തോ കുഴപ്പമുണ്ടെന്ന് ഗോവിന്ദേട്ടൻ പറയാം. അപ്പോഴത്തേക്കും കനകയ്ക്ക് ടെൻഷനായി. അല്ലെങ്കിൽ ഇത്രയും വിളിച്ചു കഴിഞ്ഞാൽ നന്ദു എടുക്കാതിരിക്കില്ലല്ലോ, നയനയും എടുക്കണില്ല. ഇനി തിരിച്ചു വിളിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുമ്പോൾ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദേട്ടൻ അങ്ങനെ ഒന്നും ചിന്തിക്കില്ലേ എന്ന് പറഞ്ഞു കനക. അപ്പോൾ എങ്ങനെ ചിന്തിക്കാതിരിക്കും, മനസ്സമാധാനത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല കളഞ്ഞു കുളിച്ചില്ലേ നീയ ഇനിയിപ്പോൾ എന്നെ വല്ല ചീത്തയും പറഞ്ഞാൽ ഗോവിന്ദന് സമാധാനം കിട്ടുമെങ്കിലേ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കനക ഇങ്ങനെ നിൽക്കുമ്പം എങ്ങനെ പറയാതിരിക്കും കനകെ? മൂർത്തി സാറും അവിടുത്തെ അമ്മയും ബുദ്ധിയില്ലാത്തവരൊന്നും അല്ലെന്നും അവർ പോലും എല്ലാം നിയന്ത്രിച്ചത് നമ്മളെ ഓർത്തിട്ടാണെന്നും ഗോവിന്ദേട്ടൻ പറയാം. നവ്യയുടെ ജീവിതം തകരരുതെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഇവിടെ അഭിക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതല്ലല്ലോ ഉണ്ടാകാൻ പോകുന്നത്. നീ ഒരിക്കൽ അവളോട് സത്യം പറയാൻ പോയപ്പോൾ തന്നെ അവൾ നിന്നോട് പറഞ്ഞതല്ലേ നയനയുടെ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ ആദർശിനെ കൊന്നിട്ട് അവളും ചാകുമെന്നുള്ളത്.
പറഞ്ഞിരുന്നല്ലേ. അതൊക്കെ കേട്ടിട്ട് അന്ന് നീ പിന്തിരിഞ്ഞതായിരുന്നില്ലേന്ന് ചോദിച്ചു. ഗോവിന്ദേട്ടാ, സംഭവിച്ചു പോയി. ഇതൊക്കെ ഉണ്ടാകുമെന്നൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. എന്നാലും ആ അബിയോടുള്ള ദേഷ്യം കാരണേ ഞാനതൊക്കെ പെട്ടെന്നങ്ങ് മറന്നുപോയി. അതിനെന്താ, അവൾ എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുകയാണെങ്കിലേ ഇനി ജീവിതകാലം മുഴുവൻ മാറിയിരുന്ന് കരയാൻ നിനക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് കയറിപ്പോയി. കനകയാണെങ്കിൽ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അബി സന്തോഷത്തോടു കൂടി ഫോണിൽ സംസാരിക്കുന്നത് അനി പുറകിൽ വന്ന് നിന്ന് കേൾക്കുവാട്ടോ. ഡാഹെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേനും ഇവൻ്റെ ഉള്ളിൽ നിന്നൊരാതി, ദൈവമേ പണിപ്പാളിയോ കേട്ടോ എന്നൊക്കെ ഉള്ളൊരിതിൽ ഫോൺ വേഗം കട്ട് ചെയ്തിട്ട് ഇവൻ തിരിഞ്ഞു നോക്കി. അപ്പം അനിതേ നിൽക്കുന്നു. എടാ, നിന്റെ ഭാര്യ ഇവിടെ എല്ലാവരും മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണെന്നും ആ സമയത്ത് നീ ഏത് പെണ്ണിനോടാടാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. പെണ്ണിനോടോ? ഞാനോ? നവ്യേട്ടത്തിന് മടങ്ങി വരില്ലാന്ന് വിചാരിച്ചു നീ പുതിയ ബന്ധം ഉണ്ടാക്കുമായിരിക്കല്ലേടാന്ന് ചോദിച്ചു അനിയെ. എടാ അനി, നീ ചുമ്മാ വായിട്ടൊന്നത് വിളിച്ച് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അവൾ എവിടെ പോയെന്ന് അറിയാൻ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം നീ ആ ഫോണിങ് തന്നെ ആരെ വിളിച്ചെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്കെന്താ എന്നെ അത്ര വിശ്വാസമില്ലാത്തതെന്ന് അഭി ചോദിക്കുമ്പം നിന്നെ വിശ്വാസം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയത്തില്ലേ എന്ന് അനിയെ നേരം ചോദിച്ചു. പിന്നെ നവ്യേട്ടത്തി ഏതെങ്കിലും മാറ്റിച്ചാടിയാ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഓരോരുത്തരാണ് നീ, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജലജ എന്താ അവിടെ എന്ന് ചോദിച്ചങ്ങോട്ട് വന്നു. ഞാനിങ്ങോട്ട് വരുമ്പോഴേ ഇവൻ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേത് പെണ്ണാണെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നവ്യ പോയ സങ്കടത്തിലാണ് മോനെ ഇവിടെ എല്ലാവരും എന്ന് ജലജ പറയുമ്പോൾ ഓ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ, ഇവനും അപ്പച്ചി ഒഴിച്ച്, ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ രണ്ടാളും അവർ മടങ്ങി വരരുതേ എന്നേ ചിന്തിക്കത്തുള്ളൂ, പ്രാർത്ഥിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എത്രയാണെന്ന് ഇവൻ അറിയില്ലല്ലോ അമ്മയെന്ന് അഹവി അന്നേരം അവിടെ നിന്ന് തട്ടി വിടുക. അത് കേട്ടോ അപ്പച്ചിയല്ലേ ഇവനെ ജനിപ്പിച്ചത്. അപ്പച്ചിയുടെ മനസ്സിലെ ഇത്രയെങ്കിലും നന്മയുണ്ടെങ്കിലേ ഇവനെ അങ്ങ് ചുട്ടുകളയാനായിട്ട് അനി ജലജയോട് പറയണു. ഓ എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ നിൽക്കുക കലി കയറി. ഇന്നലെ മുതൽ ഇവിടെയുള്ള ആർക്കും സമാധാനം കിട്ടിയിട്ടില്ല. അതിനെ ഇവൻ മാത്രമാണ് കാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങ് പോയി. അനി അങ്ങ് പോയി കഴിയുമ്പോൾ നിനക്കിത് എന്തിൻ്റെ കേടാന്ന് ചോദിച്ചു. ഇവൻ ഒറ്റൊരുത്തൻ കാരണം ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ നമ്മുടെ ജലജയോട് അഭി പറയുമ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം ഇവനല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അവൾ എതിലേലും പോയി തൊലയാണേ തൊലയട്ടെ, ചതിയിലൂടെയും വഞ്ചനയിലൂടെയാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് അവളുടെ അനിയത്തിയും ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വന്നത്. അത് ഒഴിഞ്ഞു പോയത് അത്രയും നല്ലതാണെന്ന് വിചാരിച്ചാൽ മതിയെന്നും അതിൻ്റെ പേരിൽ ഇനി കുറച്ചാൾ ജയിലിൽ കിടക്കണമെങ്കിൽ അതും ചെയ്യാമെന്നും എന്തായാലും അവിടെ കിടന്ന് പരിചയം ആയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അഭി നിൽക്കുമ്പം അവൻ പറഞ്ഞാലോ നീ ആരെയും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആരാടാ വിളിച്ചതെന്ന്? ഞാൻ ആരെയും വിളിച്ചൊന്നുമില്ലെന്ന് അഭി. എടാ, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു എന്നറിയാൻ വേണ്ടി ഞാൻ ചിലരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി ഉവ്വാന്നും പറഞ്ഞ അമ്മ. അവളോട് 1-2 കൂട്ടുകാരികളുണ്ട്, അവരെയൊക്കെ വിളിച്ച് ചോദിക്കായിരുന്നു അങ്ങോട്ടെങ്ങാനും ചെന്നോന്ന്. അവിടെ ഒരിടത്തും അവൾ ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ അവൾ ഏതെങ്കിലും ട്രെയിന് മുന്നിൽ തല വെച്ചോന്നും അറിയാൻ മേല എന്നൊക്കെ പറഞ്ഞ അഭി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ജലജ പ്രതീക്ഷകളോട് നിൽക്കാം. ഈ സമയത്ത് ഒരു അയർലൻഡ് അത് ലക്ഷ്യമായിട്ടാണ് അവൾ പോയതെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ, ഹാപ്പി സൺഡേ.